തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഏറി വരികയാണ്. മൂർധന്യത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. അപ്പോഴാണ് DCC പ്രസിഡന്റ് രാജിവെച്ച് ഒഴിയുന്നത്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് N ശക്തൻ രാജിവെച്ചു. ഇനി തുടരാൻ കഴിയില്ല എന്ന് KPCC പ്രസിഡന്റിനെ അറിയിച്ചു. രേഖാമൂലമാണ് അറിയിച്ചത്. സംഘടനാ ജനറൽ സെക്രട്ടറി AICCയുടെ KC വേണുഗോപാലിനെ അറിയിച്ചു. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെയും അറിയിച്ചിട്ടുണ്ട്. N ശക്തൻ രാജിവെക്കുകയാണ് എന്ന്. കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി DCC ഓഫീസിൽ തമ്മിൽ തല്ലുണ്ടായത്. മുതിർന്ന നേതാക്കളായ ശബരിനാഥും മൺവിള രാധാകൃഷ്ണൻ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. പക്ഷേ കോൺഗ്രസിൽ ഈ സംഭവം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥ കോൺഗ്രസിനകത്തുണ്ട്, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥി നിർണയം. അതുപോലെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും സ്ഥാനാർത്ഥി നിർണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇടയിലാണ്, ചർച്ചകൾ നടക്കുന്നതിന് ഇടയിലാണ് N ശക്തൻ രാജിവെക്കുന്നത്. N ശക്തൻ രാജിവെച്ചു. പകരം ആരായിരിക്കും DCC പ്രസിഡന്റ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശന് DCC പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമുണ്ട്. അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളെ ആ സ്ഥാനത്ത് നിയോഗിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയായ, അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ചെമ്പഴന്തി അനിലിനെ DCC പ്രസിഡന്റ് ആക്കണം എന്നാണ് VD സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒരിക്കലും അത് നടക്കില്ല. VD സതീശൻ പറഞ്ഞ ഒരാളെ DCC പ്രസിഡന്റ് ആക്കാൻ കഴിയില്ല എന്ന നിലപാട് മറ്റുള്ള നേതാക്കൾ എടുത്തു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ ആ നിലപാടിനൊപ്പമാണ്. പകരം ഒരാളെ കണ്ടെത്തണം എന്നതാണ് ആവശ്യം. തൽക്കാലം N ശക്തൻ തുടരട്ടെ. അങ്ങനെയാണെങ്കിൽ VD സതീശന്റെ ആവശ്യത്തെ അവഗണിക്കാലോ. ഇതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യം. എന്നാൽ അതാണ് ഇപ്പോൾ N ശക്തൻ പൊളിച്ചു കൊടുത്തത്. N ശക്തന് മുന്നിൽ മറ്റു പല കാരണങ്ങളുമുണ്ട്. അദ്ദേഹത്തിന് അടുത്ത തവണ നെയ്യാറ്റിൻകരയിൽ മത്സരിക്കണം. DCC അധ്യക്ഷനായാൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാൻ അതൊരു തടസ്സമാണ്. DCC അധ്യക്ഷൻ തന്നെ മത്സരിക്കുകയോ എന്ന ചോദ്യം ഉയർന്നു വരും. അതുകൊണ്ട് DCC അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയാതെ പോകുമോ എന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ട്. അതും കൂടിയാണ് രാജിവെക്കാൻ ഇടയായ കാരണം. അതുമാത്രമല്ല, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ DCC അധ്യക്ഷനാരാണ്? N ശക്തനാണ്. വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന, കരുണാകരന്റെ കാലം മുതൽ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാവാണ്. ജില്ലയിലെ സ്ഥിതി എന്താണ്, എവിടെയൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായി അറിയുന്ന നേതാവാണ് N ശക്തൻ. അദ്ദേഹത്തിന് അറിയാം തിരുവനന്തപുരം ജില്ലയിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലൊക്കെ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അങ്ങനെ തിരിച്ചടി നേരിട്ടാൽ സ്വാഭാവികമായും അത് N ശക്തന് തിരിച്ചടിയാകും. അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ തോൽവി സംഭവിച്ചത്. അങ്ങനെ തോൽവിക്ക് കാരണക്കാരനായ N ശക്തന് എന്തിന് സീറ്റ് നൽകണം എന്ന ചോദ്യം ഉയരാം. ആ ചോദ്യം ഉയരുന്നത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് N ശക്തൻ. അതാണ് അദ്ദേഹം രാജിവെച്ച് ഒഴിയാനുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, സ്ഥാനാർത്ഥി നിർണയവുമായി വലിയ തർക്കം നടക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ. എവിടെയും ഇതുവരെയും പൂർണ്ണമായും സ്ഥാനാർത്ഥി നിർണയം ആയിട്ടില്ല. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് ഇടെയാണ് കോർ കമ്മിറ്റി യോഗത്തിൽ തല്ലുണ്ടായത്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ, ശബരിനാഥും മൺവിള രാധാകൃഷ്ണനും തമ്മിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് തർക്കം. തമ്മിലടിയുടെ വക്കിലെത്തിയതാണ്, കയ്യാങ്കളിയുടെ വക്കിലെത്തിയതാണ്. നേതാക്കൾ ഇടപെട്ടാണ് ഇരുവരെയും ശാന്തരാക്കിയത്. എന്ന് വെച്ചാൽ തർക്കം ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ തർക്കം പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ DCC അധ്യക്ഷൻ അതിനൊരു നിലപാടെടുക്കേണ്ടി വരും. DCC അധ്യക്ഷനാണ് തീരുമാനമെടുക്കേണ്ടത് ഏറ്റവും അവസാനം. അങ്ങനെ വരുമ്പോൾ പല ഭാഗത്തും പല ഗ്രൂപ്പുകളും അദ്ദേഹത്തിന് എതിരായി വരും. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയിൽ ഒരു ഗ്രൂപ്പ് എതിരായി നിന്നാൽ തോൽവി ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അത് തിരിച്ചടിയായി മാറും. ആ ഒരു പൊല്ലാപ്പൊന്നും വേണ്ട. എന്തിന് വെറുതെ DCC അധ്യക്ഷ സ്ഥാനം തുടരണം? നേരത്തെ തന്നെ DCC അധ്യക്ഷ സ്ഥാനം വേണ്ട എന്ന തീരുമാനമെടുത്ത ആളാണ് N ശക്തൻ. തൽക്കാലം തുടരൂ എന്ന നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം താൽക്കാലിക അധ്യക്ഷനായത്. പിന്നീട് അദ്ദേഹത്തെ സ്ഥിരം അധ്യക്ഷനായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അത്തരമൊരു തീരുമാനം പൊതുവെ പ്രത്യക്ഷമായി എടുത്തില്ല എങ്കിലും രഹസ്യമായി എടുത്ത് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് N ശക്തൻ ഇപ്പോൾ രാജിവെച്ചത്. ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാം, ഈ സമയത്ത് DCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ കോൺഗ്രസിലെ പല ഗ്രൂപ്പുകളും തനിക്ക് എതിരാകും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടും.
അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും DCC പ്രസിഡന്റ് എന്ന നിലയിൽ എൻ ശക്തൻ. അത് അദ്ദേഹം നേരത്തെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വേഗം DCC ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പകരം ആരാകും DCC പ്രസിഡന്റ് എന്ന ചർച്ച കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി DCC അധ്യക്ഷൻ എന്ന നിലയിലുള്ള ഒരു ചുമതലയും നിർവഹിക്കില്ല എന്ന ഉറച്ച നിലപാട് എടുത്താണ് എൻ ശക്തൻ ഇപ്പോൾ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. ചെമ്പഴന്തി അനിൽ DCC അധ്യക്ഷനാകുമോ? VD സതീശന്റെ നോമിനി DCC അധ്യക്ഷനാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കെ മുരളീധരനും KC വേണുഗോപാലും അതുപോലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഒക്കെ ചെമ്പഴന്തി അനിലിന് എതിരെ നിൽക്കുന്നുണ്ട്. ഗത്യന്തരമില്ലാതെ VD സതീശന്റെ നീക്കത്തിന് വഴങ്ങേണ്ടി വരുമോ കോൺഗ്രസ് നേതാക്കൾ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം മുന്നോട്ട് പോയില്ല, തർക്കം തുടരുകയാണ്. ആ ഘട്ടത്തിലാണ് പുതിയ DCC അധ്യക്ഷനെ കണ്ടെത്തേണ്ട ചുമതല കൂടി KPCCയുടെ തലയിൽ വന്നു വീണിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ അവസ്ഥ എന്താണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട് എൻ ശക്തന്റെ രാജി.